അളിയാ അവിടെ നിന്ന് ഒരു അപ്പൂപ്പൻ കുറെ നേരം നോക്കണ്ടല്ലോ, കുറെ നേരമായിട്ട് നോക്കണുണ്ട് ഇങ്ങോട്ട്. അയ്യോ എന്ത് നാടിത്, അയ്യോ ഇനി എന്റെ 5 രൂപയുള്ളൂ. സർവൈവിംഗ് ഇൻ കൊച്ചി at 99 rupees. അതെ, വെറും 99 രൂപക്ക് നമ്മളിന്ന് കൊച്ചിയിൽ ജീവിക്കാൻ പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. എന്താന്നല്ലേ, സർവൈവിംഗ് ഇൻ കൊച്ചി at 99 rupees. അതെ, വെറും 99 രൂപക്ക് നമ്മളിന്ന് കൊച്ചിയിൽ ജീവിക്കാൻ പോവാണ്. നീ നമ്മള് നിനക്ക് പറ്റോ? ഇതൊക്കെ പുട്ടുപോലെ. എനിക്കും ഈസി ആയിട്ട് പറ്റുന്നേ ഉള്ളൂ. 99 രൂപയോ, അയ്യോ വല്ല ചെറിയ പല പൈസ എന്താണ് ഈസി ആയിട്ട് ചെയ്യും. 99 രൂപയും അല്ല, ഒരു 10-20 രൂപ ബാക്കിയെങ്കിലും ഞാൻ കൊടുക്കും. അത് കാണാം നമുക്ക്. അത് മാത്രല്ല കുറച്ച് റൂൾസും ഉണ്ട്. എന്താന്നല്ലേ, എന്തൊക്കെയാണ് നിന്റെ റൂൾസ്? നിർബന്ധമായിട്ട് 3 നേരം ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. ചലഞ്ച് ചെയ്യുന്നവരെ നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും പാടില്ല. എന്നാലേ എനിക്കുണ്ട് റൂള്. വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ പെട്രോളിന്റെ പൈസ അതിൽ നിന്ന് എടുക്കണം. ഇനി എന്റെ വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടല്ല, ആദ്യം നീ മിച്ചം വെക്ക് പൈസ, എന്നിട്ട് ഡയലോഗ് അടിച്ചാൽ മതി കേട്ടോ. എന്നാ നമുക്ക് കാണാം. കാണാം. നീ കൊറേ ബാക്കി ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞേ, വരുമ്പോ ഗിഫ്റ്റ് മേടിച്ചിട്ട് വരണേ. ഈസി അല്ലേ? അപ്പൊ നമുക്ക് ഭക്ഷണം മേടിക്കാം. ഇടിയപ്പം എത്ര? 5 രൂപ. കറിക്കോ? എന്നാ 2 ഇടിയപ്പം. ഗൈസ്, അങ്ങനെ നമുക്ക് ബാലൻസ് 50, 60, 70, 80, 90 രൂപയുണ്ട്. ഇനി ബാക്കി ദിവസം ഈ 90 രൂപയ്ക്ക് ആയിരിക്കും ജീവിക്കാൻ പോണത്. എന്താ ഒരു വിഷമം മോത്ത്? വ്ളോഗർ ദാമു ഇവിടെ കിട്ടില്ലേ? ചപ്പാത്തി 10 രൂപ. കറിയാ? അച്ചാറുണ്ടോ വീട്ടിൽ? അച്ചാർ മുക്കി കഴിക്കാം. ഇടിയപ്പം എത്ര? അളിയാ ബാക്കി എത്രയുണ്ട്? ബാക്കി 90. ഇത് 10 രൂപ വരുന്നു, ഇനി 90 രൂപ ബാക്കിയാണ്. 90 രൂപയിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോഡ്വേ പോകാനുണ്ട്, പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. 90 രൂപയ്ക്ക് എന്തായാലും വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കി വെച്ച് ഫിക്സ് ചെയ്തിട്ട് വരാം. അത് സമയമില്ല, പിന്നെ വണ്ടിക്കകത്ത് പെട്രോളും കുറവാണ്. ഇപ്പം എന്ത് ചെയ്യണമെന്നുള്ള ഒരു പിടുത്തമില്ല. ചലഞ്ചിന് ഇറങ്ങുന്ന സമയത്ത് കൂടെയുള്ള ക്യാമറ പെൻഡുകൾക്കും ചലഞ്ചുണ്ട്. ഓക്കെ, എനിക്ക് എങ്ങനെയാടാ ഞാൻ ഈ 2 ചപ്പാത്തി തിന്നാൻ തോന്നണേ? തരാടാ, എനിക്ക് തരാം. ഈ സമയത്ത് നടന്നിട്ടുള്ള കാലമൊക്കെ മറന്നു ഗൈസ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണ് നമ്മൾ ഈ രാവിലെ ബസ് കയറാൻ നേരത്ത് നടക്കാറുള്ളത്. ആ സമയത്ത് വെയിൽ ഇത്ര കട്ടിയില്ല. അയ്യോ, വാട്ടർ ബോട്ടിൽ എടുത്തില്ല. വെള്ളം ആകെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. അതെടുക്കാതെ അപ്പൊ നമുക്ക് വാക്ക് വേയിലേക്ക് വെച്ച് പിടിക്കാം ഗൈസ്. നടന്നിട്ട് എത്തണല്ലോ കൊണ്ടാകും. തലയെ കെട്ടുന്ന ഒരു സാധനം പോലും ഇല്ല. മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ടേ ചൂടെടുക്കും. ദൈവമേ, പൈസ സേഫ് ആക്കി വെക്കട്ടെ. അപ്പൊ ആദ്യം കണ്ട ചേർലിൽ തന്നെ ഇരുന്നിട്ട് ചൂട് ഗൈസ്. അങ്ങനെ നമ്മൾ 10 രൂപയ്ക്ക് മേടിച്ച നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം, മൈ ഫേവറേറ്റ് ഇടിയപ്പം. നല്ല ചിക്കൻ കറി, അല്ലെങ്കിൽ അമ്മയുടെ ചെമ്മീൻ ഫ്രൈ, റോസ്റ്റഡ് ചെമ്മീനും ഇടിയപ്പം. ഇത് ആൾക്ക് കണ്ട് മനസ്സിലാവല്ലേ? അതിനിപ്പോൾ എന്താ, ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, റൊട്ടി ആയിരുന്നു. അതിപ്പോൾ എന്താ, നല്ല ചെമ്മീൻ കറിയുടെ മണം. അടുത്തുള്ള ഏതോ വീട്ടിൽ നിന്ന് അത് കറക്റ്റ് ചെമ്മീൻ്റെ സ്മെല്ല്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു.
ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എനിക്കൊരു വോയിസ് ഓവർ കൊടുക്കാനുണ്ട്, ഒരു ആഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനെന്തായാലും സ്റ്റുഡിയോ പോകണം. കാരണം വോയിസ് ഓവർ കൊടുക്കാനായിട്ട് അത് എഡിറ്ററിനെ ഏൽപ്പിക്കാനുണ്ട്. അത് കൊടുത്തതിന് ശേഷം എനിക്ക് സലൂണിൽ പോകണം. സലൂണിൽ പോയിട്ട് വേഗം വരണം. അവിടെ പോയി ബസ്സിന് വരാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. എന്നിട്ട് വന്നിട്ട് എനിക്ക് സ്റ്റുഡിയോയിൽ ക്ലാസ് ഉണ്ട്. ക്ലാസ് 7:30 ആശ്വാസം ഉണ്ട്. പക്ഷെ അതിന് മുന്നേ നമ്മളിതൊക്കെ ഫിനിഷ് ചെയ്യണം. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം. അതിനിപ്പോൾ എന്ത് ചെയ്യും? സാറില്ല, നമുക്ക് ഫസ്റ്റ് നമ്മുടെ പണി കഴിയാം. എന്നിട്ട് പണി കഴിഞ്ഞതിന് ശേഷം ലഞ്ച് നോക്കാം. അയ്യോ, ഇതെന്താ വല്ല ഭീകരവാദി ഇതുപോലെ ഉണ്ടല്ലോ. 90 രൂപയാണ് നമ്മുടെ കയ്യിൽ ഇനി ഉള്ളത്. ശരിയിരിക്കാം ഇങ്ങനെയെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്കിൻ പ്രൊട്ടക്ഷൻ ഇപ്പം ഇതേ ഉള്ളൂ. അവിടെ എൻ്റെ കണ്ണെവിടെ? കണ്ണെവിടെടാ? അയ്യോ, മുഖം മൂടി ഫോട്ടോ, മുഖം മൂടി അല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ തിരികെയാണ്. ഓ, ഇതിനകത്ത് നല്ല തണുപ്പ്. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് കുറച്ച് വോയിസ് ഓവേഴ്സ് ഒക്കെ കൊടുക്കാനുണ്ട്, എഡിറ്ററിന് കൊടുക്കാനുണ്ട്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. അപ്പോൾ വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ എനിക്ക് ആ ഫോൺ വേണം. അപ്പോൾ അതൊക്കെ തന്നേക്ക്, നമുക്ക് ചെയ്തിട്ട് കാണാം. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫർണിച്ചർ നോക്കും. 2-3 കട നോക്കി വെച്ചിട്ടുണ്ട്. പോയിട്ട് അറിയണം എന്താ അവസ്ഥ. അതിൻ്റെ അടുക്ക് ലഞ്ച് കഴിക്കാനുണ്ട്. കുറേ ടാസ്ക് ഉണ്ട്. സമയമില്ല, ഒടുക്കത്തെ അപ്പം നമ്മളിതാ ഒരു ഫർണിച്ചർ കട കിട്ടിയിട്ടുണ്ട്. വാങ്ങാൻ പറ്റൂല, പക്ഷെ നമുക്ക് നോക്കി വെക്കാൻ പറ്റും. കിട്ടിയില്ല. ഇനിയും നമുക്ക് കട രണ്ടാമത്തെ കടയെ എത്ര കട കയറി ഇറങ്ങിയാലും എനിക്ക് കിട്ടാൻ പോകുന്നൊന്നും അറിയത്തില്ല. പക്ഷെ ടേബിൾ ഉണ്ടാവില്ലേ? അയ്യോ, ഈ ടൈപ്പ് അല്ല, ഫോൾഡിങ് അല്ല, ഇങ്ങനെ ബടാവാല ഓനെ പറ്റണില്ല. വിശന്ന് പരിപ്പിളക്കി തുടങ്ങി. ഇനി ചോറ് കഴിക്കാൻ പോവാ. കുറേ തപ്പി ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. വിശക്കുന്നടാ, തിന്നാടാ. അത് കഴിഞ്ഞ് പോയി എല്ലാരും. ഞാൻ ആരോ ഏട്ടാ. നമ്മൾ ലേറ്റ് ആയി പോയി കല്യാണത്തിന്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാണല്ലടാ വിളിക്കാത്ത എല്ലായിടത്തും വന്നിട്ട് എന്താ. നിന്റെ വീട്ടുകാരൻ്റെ അളിയാ, അവിടെ നിന്ന് ഒരു അപ്പൂപ്പൻ കുറെ നേരം നോക്കണ്ടല്ലോ. സൈഡില് റൈറ്റില് തൂക്കിയല്ലോ നാദാ. കൊറേ നേരമായിട്ട് നോക്കണുണ്ട് ഇങ്ങോട്ട്. ചെക്കന്റെ അച്ഛനാണോന്നൊരു ഡൗട്ട് ഉണ്ട്. ചെക്കന്റെ കുമ്മര പഠിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെയുള്ള പണി. അങ്ങനെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നു. ഉച്ചക്കത്തെ ഫുഡ് കട്ട് കൊണ്ടാന്ന് തോന്നാ. ചുണ്ട് നോക്കിയേ, എന്റെ ചുണ്ട് ഇത് എങ്ങനെയാ പൊന്തിയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ചുണ്ട് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, ഇനിയും കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്, നമ്മൾ തീർന്നിട്ടില്ല. അപ്പം വരനും വരുന്നത് നമ്മളൊരു ആശംസകൾ നൽകുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം എടുക്കാം. അപ്പൊ നമുക്കിനി അടുത്ത ടാസ്കിലേക്ക് കിടക്കാം. നമുക്കിനി സ്കിൻ ക്ലിനിക്കിൽ പോകണം. പക്ഷെ അതിന് മുന്നേ നമുക്കിനി പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ അപ്പുറത്തെ ഒരു ഷോപ്പ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അവിടെ ഫുഡ് തീർന്നോന്ന് അറിയില്ല. എന്തായാലും നല്ല ചെറിയ പൈസക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. രാമൂടിന് എവിടെയാണാവോ അല്ല കഴിച്ചിട്ടുണ്ടാവോ ആർക്കറിയാം. പറഞ്ഞ പോലെ നമുക്ക് ഒരു സാധനം കൂടെ എന്തായാലും വാങ്ങിക്കണം. ഗിഫ്റ്റ്. നമ്മൾ പട്ടിണി കിടന്നാലും ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് പറയില്ലേ, അത് മറന്നുപോയി. വിശപ്പ് കാരണം എന്തായാലും ഞാൻ രാമൂടിന് 1 രൂപയെങ്കിലും ഞാൻ മാറ്റി വെക്കും. വനിതാ ഹോംലി മീൽസ് ചോറ് കിട്ടും നോക്കാം. ചോറിന് എത്രയായിരിക്കും? ഒരു 50 രൂപ താഴെ ആയിരിക്കുമല്ലോ എന്തായാലും. ആയിരിക്കും. പേടിയാണ്. എന്ത് മുഖ്യം
മീൻ എന്തെങ്കിലും വേണം? വേണ്ട. ₹20 എങ്ങനെ ഞാൻ തോറ്റു. ഗായ്സ്, എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണില്ല. കാരണം ടെൻഷനായിട്ട് എനിക്ക് എന്തായാലും സ്കിൻ ക്ലിനിക്കിൽ പോകണം. പക്ഷെ എൻ്റെ 20 രൂപയുള്ളൂ. അതൊക്കെ അവിടെ നിന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എത്ര രൂപ ചോറിനൊന്നും. 20 രൂപയും കൊണ്ട് ഞാൻ പകുതി ദിവസം ഓക്കെ ഞാൻ ലാവിഷായിട്ട് കഴിക്കും. പക്ഷെ കണ്ടു 20 രൂപയും കൊണ്ട് ഞാൻ ക്ലിനിക്കിലും പോകും, ഡിന്നറും കഴിക്കും, ചായ വേണ്ട, രാമുടെ ഗിഫ്റ്റും വാങ്ങിക്കും. കണ്ടോ, വയറ് നിറച്ചൊക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ ഇപ്പോൾ നടക്കാനൊരു ഊർജ്ജം എന്ന് പറയുമ്പോൾ എത്തല്ല, ഇറങ്ങാൻ തോന്നുന്നു. ഈ ക്യാമറയുടെ പുറകെ നിൽക്കണവൻ ഇവൻ മീൻ വറുത്ത മേടിച്ചേക്കണു. ഒരിച്ചിരി തരാൻ പറഞ്ഞിട്ട് തന്നിട്ടോ. ഫെയർ പ്ലേ അവൻ്റെ. ഒരു കരൂര് പാലാരി വട്ടം. അയ്യോ, ബസ് 15 രൂപ, ബാക്കി 5 രൂപ. ഗൈസ്, ബാക്കി 5 രൂപയേ ഉള്ളൂ. 5 രൂപയ്ക്ക് എന്ത് കിട്ടാൻ? ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കച്ചേരിപ്പടി എത്തും. പക്ഷെ ബസ്സിൽ ഇങ്ങനെയൊക്കെ റൗണ്ട് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ പോണത്. അതറിയില്ലായിരുന്നു. വെറുതെ അല്ല 15 രൂപ. 10 രൂപയുടെ ആവശ്യമുള്ളൂ. 15 രൂപയ്ക്ക് കച്ചേരിപ്പടി വരെ. എന്ത് നാടിത്! പക്ഷെ നമുക്ക് 5 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പൈസ ഇല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതാ സ്കിൻ ക്ലിനിക്കിൽ എത്തിയിരിക്കുകയാണ്. എന്ത് ചൂടെന്ന് പറയാ. അതിനൊക്കെ ഇപ്പം ഇവിടുന്ന് വെള്ളം കിട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് വെള്ളം കുടിച്ചോടല്ലേ നീ ചത്തോടാ. എന്ത് സംഭവം, ഇതെന്തോ പറ്റി. അതാ ഒരു ചലഞ്ചും കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ നമ്മൾ അനുഭവിക്കണ്ടേ. നോക്കിയേ, ചായക്ക് 10 റുപ്യ, ഇതിനും 10 റുപ്യ. ചായയും കട്ട് ചെയ്തു, പഴംപൊരി മാത്രം മതി. അതെ, 80 റുപ്യന് ബാക്കിയുണ്ട്. 80 രൂപ. എന്നാ കഴിക്കണല്ലേ? എടാ, എനിക്ക് അസുഖം വരുവാടാ, അസുഖം വരുവാണ്. ഏറ്റവും വലിയ തെറ്റത്ര എന്താ പറയുക, കൂടെ വന്നിട്ട് നിന്നാ ഇതാണ് എൻ്റെ പരിപാടി. വിശപ്പ് മാത്രമേ ഉള്ളൂ ഇവന്. ഇത് കഴിയും, ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു തീറ്റി തിന്നുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് സ്റ്റുഡിയോ പോകണം. 7:30ക്കാണ് ക്ലാസ്. അപ്പോൾ 6:15. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ, കാരണം നമ്മുടെ കയ്യിൽ ആകെ 5 രൂപയേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് ക്രിസ്റ്റിക്കുട്ടിനെ വിളിച്ച് വരുത്താം. എടുക്കണല്ലോടാ, നടക്കണ്ട വരുമോ? വന്നടാ, വന്ന് അയ്യോ ഗായ്സ്, അങ്ങനെ എന്റെ മോൻ വന്നിരിക്കുകയാണ്. ഇവനെ കൊണ്ട് ഒരു ഗുണമുണ്ടായി. ചായ കുടിക്കണം. എന്താ പൈസ ഇനി 5 രൂപയും കൂടെ ഉള്ളൂ. 5 രൂപയും കൂടെ ഉള്ളൂ. ചാലഞ്ച് എന്ന് പറയുമ്പോ സ്വന്തം പൈസക്ക് ഫുഡ് കഴിക്കും. അങ്ങനെയൊന്നുമില്ലടാ, നമ്മളൊക്കെ അങ്ങനെയൊക്കെ പറയും. നമ്മള് തമ്മിൽ അങ്ങനെയല്ല. ഞാൻ വിചാരിച്ചേ നീ മുങ്ങീന്ന്. കൊടുത്തിട്ട് പോടാ. ഒരു ഓട്ടോ വിളിച്ച് വന്നാ മതി. ഓട്ടോ വിളിച്ച് പൈസ നടന്നു വന്നാ മതി. അയ്യോ, ഇപ്പൊ നടന്നാ പോലും രാത്രി എത്തൂല, അത്ര ടയേർഡാ. A few inches later. അപ്പൊ ഗൈസ്, നമ്മളിതാ കറക്കൊക്കെ കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3
Meanwhile. ഇനി നമ്മളെ 80 രൂപയാണ്. 80 രൂപക്ക് ഗിഫ്റ്റും വാങ്ങണം, ഫുഡും കൂടി വാങ്ങിച്ച് ചലഞ്ച് നമ്മൾ ജയിക്കും. നമ്മൾ സിലിക്കോണിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടുമോ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പൈസ ബാക്കി നമ്മൾ വെച്ചിട്ടുണ്ടാവും. കാമോൺ ഗായ്സ്. കിട്ടി, സാധനം കിട്ടി. കറക്റ്റ് പൈസക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പല്ല പിന്നെ കച്ചറാ ഗിഫ്റ്റ് മേടിച്ച്. ഇനി ബാക്കിതാ 1 രൂപ, 61 രൂപയും ഞാനും ഉണ്ടേന്. ഇനി ആൾക്കൊരു പിന്നെന്താ വിളിക്കണ്ടേ, ഫുഡ്. അതും കൂടി മേടിച്ച് കഴിഞ്ഞാൽ ചലഞ്ച് പരിപാടി തീർന്നു. എന്നിട്ടും ബാക്കി ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, സിമ്പിൾ പരിപാടി. രാവിലെ നമ്മളെ ചതച്ച്, പക്ഷെ രാത്രി നമ്മളെ ചതച്ചില്ല. തുറന്ന് ബാബാ ഇനി അതും കൂടി മേടിച്ചു കഴിഞ്ഞാൽ അത് തീർന്ന കളി. ഇനി മേടിക്കുമ്പോൾ ബിരിയാണി മേടിക്കണം 100 രൂപ. തീർന്നാ ഇതും കൂടി കഴിഞ്ഞാലേ ബാക്കിയുള്ളൂ. എന്നാൽ 4 ചപ്പാത്തി എടുക്കും. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് മേടിച്ച് ഫുഡ് മേടിച്ച് 99 രൂപയ്ക്ക് പരിപാടിയും തീർത്ത് ഇനിയും ബാക്കി. നമ്മൾ ആ ഫസ്റ്റ് വീട്ടിലെത്താൻ പോവാ. നോക്കാലോ നമുക്ക് ആര് ജയിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ നടന്ന് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഗിഫ്റ്റ് മേടിക്കാൻ പോവുകയാണ്. ചേച്ചി 5 രൂപയുടെ മിഠായി ഉണ്ടോ? മഞ്ചുണ്ടല്ലേ? 5 രൂപയുടെ വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഒന്നുമില്ല. 5 രൂപയ്ക്ക് മഞ്ച് മാത്രമേ ഉള്ളൂ. 5ൻ്റെ മഞ്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ 5 രൂപയുടെ മഞ്ച് കിട്ടി. കമോൺ ഗൈസ്. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതാ ബൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാമൂട്ടൻ എത്തിയിട്ടുണ്ട്. എന്തായാലും രാമൂട്ടൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വലിയ വഴിയൊന്നുമില്ല. കാരണം രാമൂട്ടൻ അങ്ങനെ പൈസ കറക്റ്റായിട്ട് ചിലവാക്കാണ് ആളല്ല. എന്തായാലും കൂടുതൽ തന്നെ ചിലവാക്കിയിട്ടുണ്ടാവും. രാമൂട്ടനിൽ എന്തായാലും എൻ്റെ അത്രയും കൂടെ ഉണ്ടാവില്ല. 5 രൂപ പോലും ഉണ്ടാവാൻ ഒരു ചാൻസും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം ഇനി ഗിഫ്റ്റ് എങ്ങാനും ഉണ്ടെങ്കിലോ വെല്ലടിക്കാം. ഓ ഉണ്ടോ? ലോങ് ടൈം. അയ്യോ ചത്തുപോയി രാമൂട്ടാ, ചത്തുപോയി. നീ ചെയ്താ അത് ചോദിക്കട്ടെ. അങ്ങനെ ഇരുന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. അത്രയ്ക്കും വയ്യാണ്ടായി വന്നേ. കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് ബൈക്ക് ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ബൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്രോൾ തീർന്നു പക്ഷെ തീർന്നില്ല. എന്തോ ഭാഗ്യ. എന്ത് പൊരിഞ്ഞ വീട്. ഇപ്പൊ വൈകിട്ടായപ്പോ മഴ നനഞ്ഞേക്കണം അവിടെ റോഡൊക്കെ. എന്തൊരു വീടാണെന്നറിയോ? ബാക്കിയില്ല. പൈസ ബാക്കിയില്ല. ഗിഫ്റ്റ് എനിക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങിച്ചേക്കണത്? എന്റെ കയ്യിൽ ബാക്കി 5 രൂപ ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഡിന്നർ വരെ കഴിച്ചു. കപ്പ ബിരിയാണി വരെ കഴിച്ചു. ഞാൻ ഫുഡൊക്കെ കഴിച്ചാൽ ഡിന്നർ. നമുക്ക് ഒരുമിച്ച് കഴിക്കലെന്നല്ലേ? ഞാൻ നിനക്ക് വരെ ഭക്ഷണം മേടിച്ചിട്ട് വന്ന്. എന്റെ 99 രൂപ. നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ? കൈയാണിക്ക് കൈകൂട്ട് കണ്ണൂട്ട്. എത്ര പൈസ കൊടുക്കേ? 19 രൂപയുടെ പേനയാ. 19 രൂപയുടെ പേന. 40. ഇത് എനിക്ക് കറക്റ്റ് എനിക്കിത് അറിയണത് എങ്ങനെയാണ്. 40 രൂപ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. 40 രൂപ മാത്രല്ല. അയ്യോ നീ എന്താ വായു. അപ്പൊ നീ ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചില്ലാ? നീ എന്താ ഉച്ചക്ക് കഴിച്ചേ? ഉച്ചക്ക് ആയിരുന്നല്ല ചോറും. ഞാനെന്തെല്ലാം കഴിച്ചേ? ഫ്രൈഡ് റൈസ്, ചിക്കൻ 65, പിന്നെ ജ്യൂസ്. എന്തെല്ലാം ഒരു കല്യാണത്തിന്. പക്ഷെ അതിനെത്തിട്ടുണ്ടോ 20 രൂപയും പേനയും ഗിഫ്റ്റ്. അപ്പൊ ആര് ജയിച്ച്? 41 രൂപ. എന്റെ 1 രൂപ കാണുന്നില്ല. 41 രൂപയും പേന. എന്നാലും ഗിഫ്റ്റ് മേടിക്കാനുള്ളതാണ് ഞാൻ വാങ്ങിക്കാന്ന്. തീർന്നില്ലേ ഈ കുന്തം? 41 രൂപയും. രാത്രി നിനക്ക് കഴിക്കാൻ 2 ചപ്പാത്തി നിനക്കും 2 ചപ്പാത്തി എനക്കും. ഇല്ല, ചാറ് മുക്കി നക്കിയാൽ ചാറ് കിട്ടാനായിട്ട് ബാക്കിയുള്ള വെള്ളം കൂട്ടിയാണ് ഇടിയപ്പം കഴിച്ചത്. അതൊന്നും പറയണ്ട. അപ്പൊ ഗൈസ്, ഈ ഗെയിമിൽ
വീണ്ടും ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ഞാൻ ജയിച്ചതാ, 4 ചപ്പാത്തി. എന്നാലും ഞാൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. 99 രൂപയുടെ ചലഞ്ച് ആയതുകൊണ്ട് പക്ഷെ 1 രൂപ ഞാൻ കടം വാങ്ങിച്ചിട്ട് പറഞ്ഞു. 1 രൂപയാ? 99 രൂപയുടെ ചലഞ്ചാണ് ഞാൻ ലേറ്റ് ആയിട്ട് എനിക്ക് കാണണം ഇവിടെ എന്തൊക്കെ ചെയ്തു. എനിക്ക് എന്തായാലും ഓരോരാളുടെ കല്യാണത്തിന് പോയിട്ട് എന്തായാലും ചെയ്യാൻ അത് അതിനെന്താ അല്ല വലിയ സംഭവം. 4 ചപ്പാത്തി. രാത്രി ഡിന്നർ എനിക്ക് എനക്കും കൂടി വെച്ചാൽ ഞാൻ 41 രൂപ ബാലൻസ്. രൂപയെ കാണണ്ടേ? 19 രൂപയുടെ പെന്ന്. എനിക്ക് ആ 3 നേരം കഴിച്ചാ 3 നേരം കഴിച്ച് ചായയും കുടിച്ചു. ചായ അല്ല പഴംപൊരി. ഞാൻ ഓക്കെ ഗൈസ്, അപ്പോ ഈ ചലഞ്ചിനകത്ത് നമ്മള് കാണട്ടെ അല്ലേ? ഞങ്ങളുടെ ഈ ചലഞ്ചിനകത്ത് ആരാ ജയിച്ചെന്നുള്ളത് സത്യത്തിൽ നിങ്ങൾ വേണം കമന്റ് ചെയ്യാനായിട്ട്. ഫെയർ ഗെയിം അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ലല്ല അവര് പറയട്ടെ ഇതിൽ ആരാണ് ജയിച്ചതെന്ന്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാ നമ്മുടെ വീഡിയോന്റെ താഴെ. അപ്പൊ ഇനിയും നമ്മൾ ഇതുപോലെ ചലഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അയ്യോ ഇതുപോലെ ഇതിനേക്കാൾ ചെറിയ രീതിയിലുള്ള ചലഞ്ചസ് സജസ്റ്റ് ചെയ്ത് നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ചേച്ചി കുറച്ചു നേരം പോയി കിടക്കട്ടെ. അപ്പൊ ബൈ ബൈ ഗൈസ്.